കര കവിഞ്ഞൊഴുകുന്ന പ്രാർത്ഥനയിൽ ജപമണിമാലകളുണരുന്നു. ഒരുമയിലേവരും കൈകോർക്കാം, കൃപയുടെ പരിമളമുയരുന്നു. പ്രിയതമനായി ഗുരുവരനായി ഈശോ അണയുന്നു. ഷാലോം ഫെലോഷിപ്പ് നൈറ്റ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രാർത്ഥനയുടെ മോട്ടോ വെളിപാട് 1:18. അതിപ്രകാരമാണ്: ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരിച്ച ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ പ്രഘോഷിക്കുന്നത്. പക്ഷേ അത് നിരീശ്വരവാദികൾ പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള മരിച്ച ഒരു ദൈവത്തെക്കുറിച്ചല്ല. നേരെ മറിച്ച് ഈ ദൈവം മരിച്ചത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് മരിച്ചത്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവിടുന്ന് മരിച്ചത്. ഈ മരണം അവിടുന്ന് സ്വമനസ ഏറ്റെടുത്ത ഒരു മരണമായിരുന്നു. എന്നാൽ ഈ മരണത്തിന് ദൈവത്തിൻ്റെ മേൽ അധികാരമില്ല. മരണത്തെ തോൽപ്പിച്ച് വിജയശ്രീലാളിതനായി ഉയർത്തെഴുന്നേറ്റ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നിങ്ങൾ ചോദിക്കും, എന്താണ് ഇതിന് തെളിവ്? ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ് ദൈവം ഇന്നും ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവ്. അനേക ജീവിത സാക്ഷ്യങ്ങളുണ്ട്. നിസ്സഹായ അവസ്ഥയിൽ, ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങളിൽ ഇടപെട്ട ദൈവത്തിൻ്റെ അനേക അത്ഭുത പ്രവർത്തികൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തികളാണ് ഞങ്ങൾ ഓരോരുത്തരും. അതിൽ ഒരു സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിക്കുകയാണ്. ഈ സാക്ഷ്യം, ജീവിത സാക്ഷ്യം നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ശ്രീമതി ബിന്ദു ഫ്രാൻസിസ് ആണ്. ബിന്ദു ഷാലോമിൻ്റെ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സീനിയർ മാനേജരായി സേവനമനുഷ്ഠിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഈ സാക്ഷ്യം കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. അനുഗ്രഹത്തിൻ്റെ ഈ ദിനത്തിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ജീവിക്കുന്ന ഈ വചനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും എന്ന് വെളിപ്പെടുത്തുവാൻ എൻ്റെ ജീവിത സാക്ഷ്യം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 24 വർഷങ്ങൾക്ക് മുൻപ് 2001 ജൂൺ 1-നാണ് ശാലോം ശുശ്രൂഷയിലേക്ക് ഒരു ഓഫീസ് അസിസ്റ്റൻ്റായി ഞാൻ ജോയിൻ ചെയ്യുന്നത്. അന്ന് എൻ്റെ കുടുംബം എന്ന് പറയുന്നത് പപ്പയും മമ്മിയും ഞാനും എൻ്റെ ഇളയ സഹോദരനും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മൺകട്ടകൾ കൊണ്ട് നിർമ്മിച്ച, ഓലമേഞ്ഞ, ചാണകം മെഴുകുന്ന ഒരു ചെറിയ വീടാണ്. 2 മുറിയും ഒരു ചെറിയ അടുക്കളയും ചെറിയൊരു തിണ്ണയുമൊക്കെയായി ചെറിയൊരു വീട്. 3 പറമ്പുകൾ കയറി വേണം ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുവാൻ. ഇളയ സഹോദരൻ നഴ്സിംഗ് പഠിക്കുന്നു. ഇപ്പോൾ ഡിഗ്രി പഠനം കഴിഞ്ഞ് ഞാൻ മുൻപോട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പപ്പയുടെ അന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ച് മുമ്പോട്ട് എന്നെയും അനിയനെയും ഒരുമിച്ച് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. അതുകൊണ്ട് ഞാൻ അന്നു മുതലേ തീരുമാനമെടുത്തു, ഇനി മുൻപോട്ട് പഠിക്കുന്നില്ല, ചെറിയ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ആയി പപ്പയെ സഹായിക്കണം, പപ്പയ്ക്കൊരു ഹെൽപ്പാകണമെന്ന്. അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്താണ്
ശാലോം ശുശ്രൂഷയിലേക്ക് ദൈവകൃപയാൽ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ഇവിടെ വന്നതിന് ശേഷം ദൈവ ശുശ്രൂഷയിൽ വ്യാപൃതിയായി. ആദ്യം തന്നെ എനിക്ക് ലഭിച്ചത് SPF-ൽ ഇങ്ങോട്ട് തുക അയക്കുന്നവരുടെ റെസിപ്റ്റുകൾ അയക്കുവാനൊക്കെയുള്ള ഒരു ജോലിയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അന്ന് SPF അംഗങ്ങൾക്ക് വേണ്ടി എല്ലാ ദിനവും പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്കും ഒരു ആഗ്രഹം, ഇതിൽ ചേരുകയാണെങ്കിൽ എനിക്കും അതിൻ്റെ ഒരു പ്രാർത്ഥന ലഭിക്കുമല്ലോ. അങ്ങനെ അല്പം സ്വാർത്ഥബുദ്ധിയോടുകൂടിയാണെങ്കിലും ഞാനും അന്ന് കിട്ടുന്ന വേതനത്തിൽ നിന്നൊരു ചെറിയ തുകയെടുത്ത് SPF-ൽ അംഗത്വമെടുത്തു. അതുപോലെ അന്ന് എല്ലാ ദിനവും ഞാനും പപ്പയും പള്ളിയിൽ പോകുമായിരുന്നു. ദിവ്യബലിയിൽ സംബന്ധിച്ച ശേഷമായിരുന്നു ശുശ്രൂഷയിലേക്ക് കടന്നു വരിക. അങ്ങനെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടെങ്കിലും മനസ്സിൽ വളരെ സന്തോഷമായിരുന്നു. ഇല്ലായ്മയെക്കുറിച്ചോ അങ്ങനെയൊന്നൊരു ചിന്തയോ നിരാശയോ ഒന്നുമില്ല. ഉള്ള സാഹചര്യത്തിൽ, ദൈവം തന്ന സാഹചര്യത്തിൽ വളരെ സന്തോഷത്തോടു കൂടി പോകുന്നു. ഇപ്പോൾ ഇവിടെ ജോലിക്ക് കയറിയതോടുകൂടി അനിയൻ്റെ പഠനത്തിലൊക്കെ പപ്പയെ ഒന്ന് സഹായിക്കാൻ സാധിച്ചു. അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ സാലറിയിൽ നിന്ന് പപ്പ തന്നെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പോകുമ്പോൾ വലിയൊരു ബാക്കി വെക്കാനൊന്നും കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് 5-6 വർഷങ്ങൾക്ക് ശേഷം വിവാഹപ്രായത്തിലേക്കൊക്കെ എത്തി. അപ്പോൾ വിവാഹത്തെക്കുറിച്ച് കാര്യമായൊരു ആലോചനകളൊന്നുമില്ല. പപ്പയ്ക്കും ഉള്ളിലുണ്ടാകും, പക്ഷെ പുറമേ അങ്ങനെയൊന്നും പറയുന്നില്ല. കാരണം അന്നത്തെ ഒരു അവസ്ഥയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സമയം, സാഹചര്യങ്ങളില്ലായിരുന്നല്ലോ. പെട്ടെന്ന് ഒരാലോചന വന്നു. ആദ്യത്തെ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടന്നു. പലവിധ സാഹചര്യങ്ങളാൽ അത് വേണ്ട എന്ന് വെച്ചു. പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം മറ്റൊരാലോചന വന്നു. അത് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയത് കൊണ്ട് അവരോട് വീട്ടിലേക്ക് വരാൻ പറയുന്നു. അപ്പോൾ അതിനിടയിൽ ആ ഇടവകയിൽപ്പെട്ട എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ ഭർത്താവുണ്ട്. അപ്പോൾ കുടുംബത്തെപ്പറ്റി നമ്മളൊന്ന് അന്വേഷിച്ചു. അവരിൽ നിന്ന് കിട്ടിയ മറുപടി, അവരത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ളതാണ്, നല്ല നേഴ്സുമാരും ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു ജോലിയൊക്കെ ഉള്ളവരെയാണ് നോക്കുന്നത്, അത്യാവശ്യം സ്ത്രീധനമൊക്കെ വാങ്ങി വിവാഹം കഴിക്കാൻ പറ്റിയൊരു ആസ്തിയുള്ള ചെറുക്കനാണെന്നൊക്കെയുള്ള ഒരു റിപ്പോർട്ട് കിട്ടി. അപ്പോൾ ഏതായാലും അവരോട് വരാൻ പറഞ്ഞതാണല്ലോ എന്നുള്ള വിചാരത്തിൽ ഏതായാലും വേണ്ട എന്ന് വെച്ചില്ല. അവർ വരട്ടെ എന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവർ വന്നു. സാധാരണ പെണ്ണുകാണൽ ചടങ്ങിൽ നിന്നും ഒരു വ്യത്യാസമായിരുന്നു ആ പെണ്ണുകാണൽ ചടങ്ങ്. കാരണം സാധാരണ ചെറുക്കൻ ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ ഒരു അമ്മാവനോ ആരെങ്കിലും ഒരാളും കൂടിയാണ് വരുന്നത്. പക്ഷേ അന്ന് പെണ്ണുകാണൽ ചടങ്ങിന് അവരെത്തിയത് ചെറുക്കനും ചെറുക്കൻ്റെ അപ്പനും അമ്മയും ചേട്ടനും ഭാര്യയും കുഞ്ഞുങ്ങളും അടങ്ങുന്ന അവരുടെ കുടുംബം മൊത്തമാണ്. അപ്പോൾ വീട്ടിലത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, ഒരു 3 പറമ്പൊക്കെ കയറി അവർ നമ്മുടെ വീട്ടിലെത്തി. വീട്ടിൽ വന്നു കഴിയുമ്പോഴുള്ള സാഹചര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇതൊക്കെയാണ്. ഇപ്പം മുമ്പ് എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് എനിക്കറിയാം ഇതേതായാലും നടക്കില്ല. ഇവരെന്തിനാണോ എല്ലാവരും കൂടെ വന്നത് എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. അപ്പോൾ അവരതെല്ലാം കാപ്പിയൊക്കെ കുടിച്ച് അവിടെ പിരിഞ്ഞു. വൈകുന്നേരമായപ്പോൾ അങ്കിള് വിളിച്ചു. മുമ്പ് നേരത്തെ പറഞ്ഞ അങ്കിള് വിളിച്ചു. എന്തായി കാര്യങ്ങൾ, അവരെന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരതുവരെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അങ്കിള് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ തുടരാൻ സാധ്യതയില്ല. അപ്പോൾ അതോടുകൂടി പിന്നെ ഒരു പ്രതീക്ഷയില്ലാതായി. പക്ഷേ ഒരു 9-9:30 അവർ അവിടെ നിന്ന് വിളിക്കുകയാണ്, ഞങ്ങൾക്ക് കുഴപ്പമില്ല, തുടരാൻ താല്പര്യമുണ്ട്, പിന്നെ ഞങ്ങളാരും അങ്ങോട്ട് വരുന്നില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാൻ ആരെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാവരും കൂടി വരികയും അടുത്ത ഞായറാഴ്ച നമുക്ക് കല്യാണം ഉറപ്പിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് വിശ്വസിക്കാനായില്ല. എങ്കിലും കാര്യങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പോകേണ്ടവരെല്ലാം കൂടി ഒരുമിച്ച് കൂടി. അപ്പോൾ ഇങ്ങനെ കൂടി പറഞ്ഞു, പെണ്ണാണല്ലോ ആ വീട്ടിൽ താമസിക്കേണ്ടത്, അതുകൊണ്ട് പെണ്ണിനെ കൂടി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ഞായറാഴ്ച ഞങ്ങളെല്ലാവരും പോയി. അവിടെ ചെന്ന് വീടിൻ്റെ അവിടെ വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മെയിൻ റോഡ് സൈഡിൽ തന്നെ നല്ല അത്യാവശ്യ സൗകര്യങ്ങളോട് കൂടിയ നല്ലൊരു വാർക്ക് വീട്. അപ്പോൾ കടന്ന് ഭവനത്തിലേക്ക് കയറി ഭവനത്തിൻ്റെ ചുറ്റുവട്ടമൊക്കെ നിരീക്ഷിച്ചു. അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്ത് വീടിനോട് ചേർന്ന് മറ്റൊരു വീടുണ്ടായിരുന്നു. അത് ചാച്ചന് കൂൺ കൃഷിയും ഒക്കെ ചെയ്യുവാനും ഒക്കെ ഒരു സെപ്പറേറ്റ് ഇത് വേണ്ടിയിട്ടും, അതുപോലെ അത്യാവശ്യം കാർഷിക സാധനങ്ങളൊക്കെ വെക്കുന്നതിനുള്ളൊരു സ്റ്റോർ റൂം പോലെയുള്ള ഒരു വീടായിരുന്നു അത്. വെട്ടുകല്ലുകൾ കൊണ്ട് കെട്ടി ഓടുമേഞ്ഞ ഒരു വീട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ
ഈ വീട് പോലും നമ്മുടെ വീടിനേക്കാൾ വലിയ വീടാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇതിപ്പം ഇവരെ ഉറപ്പിക്കാൻ പറഞ്ഞെങ്കിലും എന്താണേലും സംഗതി നടക്കാൻ സാധ്യതയില്ല. ഇനി കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും എന്താണെങ്കിലും നടക്കാൻ സാധ്യതയില്ല എന്ന് ഉള്ളിലിങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് കാർന്നവന്മാർ എല്ലാവരും ചേർന്ന് തുടർ നടപടികളിലേക്ക് കടന്നു. കാര്യങ്ങൾ സംസാരിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ സ്ത്രീധനമായിട്ടൊന്നും ചോദിക്കുന്നില്ല. നിങ്ങളുടെ പെണ്ണിന് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞങ്ങൾക്ക് പെണ്ണിനെ മതി, ബാക്കി എന്താണെന്ന് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പം അതോടുകൂടി വിശ്വസിക്കാനായില്ല. കാരണം ഇത് കർത്താവിൻ്റെ പ്രവൃത്തി തന്നെയാണ്. മാനുഷികമായ രീതിയിൽ ഇതൊരിക്കലും നടക്കുകയില്ല. അങ്ങനെ 3 മാസങ്ങൾക്ക് ശേഷമുള്ളൊരു ഡേറ്റിൽ വിവാഹം നിശ്ചയിച്ച് അന്ന് ഞങ്ങൾ അവിടെ നിന്നും പോന്നു. 3 മാസം കൊണ്ട് അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കയ്യിലൊരു പൈസ പോലും അന്ന് സമ്പാദ്യമില്ല. മുഴുവൻ പൈസയും കണ്ടെത്തണം. അപ്പം പിന്നീടുള്ള 3 മാസം അതിനുവേണ്ടിയുള്ള ഓട്ടമായിരുന്നു. ഇപ്പോൾ 3 മാസം കൊണ്ട് തന്നെ അമ്മാവനായിട്ടും ബന്ധുമിത്രാദികളായിട്ടും പല സുഹൃത്തുക്കളിലൂടെയുമൊക്കെ ആവശ്യമായ അത്യാവശ്യം സ്വർണം വാങ്ങാനും അതുപോലെ കല്യാണ ചെലവിന് വേണ്ടതുമാക്കിയായ ഒരു തുക കർത്താവ് ക്രമീകരിച്ച് തന്നു. പറഞ്ഞ ഡേറ്റിൽ തന്നെ വിവാഹം മനോഹരമായിട്ട് നടത്തി. ഒത്തുകല്യാണവും വിവാഹവും എല്ലാം വളരെ മനോഹരമായി ഈശോ നയിച്ചു. അപ്പോൾ ഏറ്റവും അത്ഭുതം, ഈ കല്യാണം എല്ലാം കഴിഞ്ഞതിന് ശേഷം പപ്പയുടെ ഒരു പോക്കറ്റ് നോക്കുമ്പോൾ 10,000 രൂപ പപ്പയ്ക്ക് ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം കയ്യിൽ ബാക്കി തുകയുണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയല്ലാതെ മറ്റൊന്നുമല്ല. 1 രൂപ പോലും ഇല്ലാതെ കല്യാണം ഉറപ്പിച്ചെങ്കിലും പിന്നീട് ഈ 3 മാസങ്ങൾ കൊണ്ട് നടത്താൻ ആവശ്യമായ തുക കിട്ടിയെന്ന് മാത്രമല്ല, ബാക്കി തുക വരത്തക്ക രീതിയിൽ ഈശോ അതിനെ ക്രമീകരിച്ചു എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, ഇത് ഭൗതികമായ കാര്യങ്ങൾ. എന്നാൽ നമുക്കറിയാം, ഒരു വിവാഹം അത് ഏറ്റവും അനുഗ്രഹപ്രദമാകുന്നത് വിവാഹത്തിന് ശേഷമുള്ള ജീവിതമാണ്. അപ്പോൾ ആ കുടുംബത്തിൽ ചെന്നപ്പോൾ ത്തിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ, നേരത്തെ തന്നെ ഈശോയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബം. ചാച്ചനാണെങ്കിലും കരിസ്മാറ്റിക് മേഖലയിലൊക്കെ നന്നായി പ്രവർത്തിച്ച് ഈശോയെ സ്നേഹിക്കുന്ന ചാച്ചൻ, എൻ്റെ സ്വന്തം മാതാപിതാക്കളെക്കാൾ കൂടുതൽ, ഒരുപക്ഷെ കൂടുതൽ സ്നേഹവും കരുതലും നൽകുന്ന മാതാപിതാക്കൾ, ഈശോയോട് ചേർന്ന് ജീവിക്കുന്ന ജീസസ് യൂത്തിലൊക്കെ സജീവമായി പ്രവർത്തിച്ച ജീവിത പങ്കാളി, വളരെ പോസിറ്റീവായി ജീവിതത്തെ കാണുന്ന, എന്നും സ്നേഹവും കരുതലും നൽകുന്ന നല്ലൊരു ജീവിത പങ്കാളി ഈശോ എനിക്കായി കൂട്ടിച്ചേർത്ത് തന്നു എന്നതാണ് ഏറ്റവും അനുഗ്രഹപ്രദമായി ഈശോ എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം. കഴിഞ്ഞ 18 വർഷമായി സന്തോഷകരമായി സംതൃപ്തിയോടുകൂടി കുടുംബജീവിതം നയിക്കുവാൻ ഈശോ കൃപ നൽകുന്നു. 3 മക്കളെയും നൽകി ഈശോ അനുഗ്രഹിച്ചു. ഇത് ഒരു ഭാഗം. മറ്റൊരു ഭാഗം കൂടി പറഞ്ഞാലാണ് ഇത് പൂർത്തിയാകുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ പഴയ അവസ്ഥ ഞാൻ പങ്കുവച്ചിരുന്നു. നേഴ്സിംഗ് പഠനമെല്ലാം കഴിഞ്ഞ് ആങ്ങള വിദേശത്ത് പോയി. അവൻ അത്യാവശ്യം പൈസയൊക്കെ സമ്പാദിച്ച് എൻ്റെ ആദ്യ പ്രസവമായപ്പോഴത്തേക്കും നമ്മുടെ പഴയ വീട്ടിലേക്ക് നമുക്കൊരു ഡെലിവറിക്ക് ഉള്ള സൗകര്യങ്ങളില്ല. അവിടെ ഒരു കുഞ്ഞിനെയും കൊണ്ട് വരാനുള്ള സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട് എൻ്റെ ആദ്യ ഡെലിവറിയുടെ സമയമായപ്പോൾ തന്നെ ഒരു വാടക വീട്ടിലേക്ക് മാറിയിരുന്നു. ഏതാണ്ട് 4-5 വർഷത്തോളം ഇങ്ങനെ വാടക വീട്ടിൽ പിന്നീട് കഴിഞ്ഞു. ഈ സമയത്താണ് ആങ്ങള നഴ്സിംഗ് കഴിഞ്ഞ് വിദേശത്ത് പോയി അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കി ഒരു സൗകര്യങ്ങളോട് കൂടിയ ഒരു സ്ഥലത്ത് അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയ ഒരു ഭവനം നിർമ്മിച്ചു. പിന്നീട് അവൻ വിദേശത്തുള്ളൊരു നേഴ്സിനെയാണ് വിവാഹം കഴിച്ചത്. ഇവരുടെ 2 പേരുടെയും ശ്രമഫലമായി ആ വീട് റിനോവേറ്റ് ചെയ്ത് ഒരു 5 മുറികളും വലിയൊരു ഹാളും 2 സിറ്റൗട്ടും ഇഷ്ടംമാതിരി ഫ്രീ സ്പേസും അതുപോലെ മനോഹരമായൊരു ഗാർഡനോടൊക്കെ കൂടിയ മനോഹരമായ ഒരു വീടാക്കി എൻ്റെ ഭവനം ഇപ്പോൾ ഈശോ മാറ്റി. പ്രൈസ് ദ ലോർഡ്. അന്ന് എൻ്റെ ഇടവകയിൽ ഏറ്റവും ചെറിയ വീടുകളിൽ ഒന്നായിരുന്നു എൻ്റെ വീടെങ്കിൽ, ആ ഇടവകയിലെ തന്നെ ഏറ്റവും മനോഹരമായ വീടുകളിൽ ഒന്നാക്കി ഈശോ മാറ്റി. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ലാതെ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. അവനൊരിക്കലും നമ്മളെ കഷ്ടതയുടെ അപ്പവും
ക്ലേശത്തിൻ്റെ ചെലവും തന്ന് നമ്മളെ തള്ളിക്കളയുന്നവനല്ല. എന്നും ഈ കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെയും ദുഃഖത്തിൻ്റെ അനുഭവത്തിലൂടെയും നമ്മെ നയിക്കുന്നവനല്ല. അവൻ എന്നും ജീവിക്കുന്നവനാണ്. ദുഃഖവെള്ളിയെയും ദുഃഖശനിയെയും എല്ലാം മാറ്റി വീണ്ടും ഒരു ഉയർപ്പ് ഞായറുണ്ട്, ഒരു ഈസ്റ്റർ ദിനമുണ്ട്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇതുപോലുള്ള പല ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാകാം. നാളുകളായി വാടക വീട്ടിൽ കിടന്ന് സ്വന്തമായ ഒരു വീട്ടിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം. അല്ലെങ്കിൽ നിലവിലുള്ള വീടിൻ്റെ ഒരു അവസ്ഥയൊക്കെ നോക്കി ഈ വീട്ടിൽ വെച്ച് എൻ്റെ മക്കളുടെ വിവാഹം എങ്ങനെ നടത്തും എന്ന് നിങ്ങളൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാകാം. ഒരു തുക പോലും കയ്യിലില്ലാതെ എൻ്റെ മകളുടെ വിവാഹം എങ്ങനെ നടത്തിക്കൊടുക്കുമെന്ന്, എൻ്റെ മകളെ എങ്ങനെ കെട്ടിച്ചയക്കുമെന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം ഇതിന് സാക്ഷിയാണ്. ഇതൊന്നുമല്ല പ്രധാനം. നമ്മൾ ഈശോയോട് ചേർന്നായിരിക്കുമ്പോൾ, ഈശോയുടെ കൂടെ നടക്കുമ്പോൾ ഈശോ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നൽകും. അവൻ നമ്മിൽ നിന്നും മറഞ്ഞിരിക്കുന്നവനല്ല, നമ്മുടെ കൂടെയുള്ളവനാണ്, ഇന്നും ജീവിക്കുന്നവനാണ്. അതിനാൽ നമുക്ക് ആ ഈശോയെന്ന് കാണാം. എൻ്റെ സാമ്പത്തിക അവസ്ഥ ഒരു പക്ഷേ വളരെ മോശമായ രീതിയിലായിരിക്കാം. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ എനിക്കൊന്നുമില്ലായിരിക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, പരാതി വേണ്ട, പരിഭവങ്ങൾ വേണ്ട. നമ്മുടെ ഈശോ ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 പത്രോസ് 5:7 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും, നമ്മുടെ എല്ലാ വിഷമങ്ങളും, നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും എല്ലാം നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈ ദുഃഖവെള്ളിയുടെയും ദുഃഖശനിയുടെയും അനുഭവത്തിന് ശേഷം ഒരു ഉയർപ്പ് ഞായർ നമ്മളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഈശോ നമ്മെ കാത്തിരിക്കുന്നു, നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഒരുപക്ഷെ അതിനുവേണ്ടി കുറച്ച് സമയമെടുത്തേക്കാം. കാത്തിരിക്കേണ്ട നമ്മുടെ ദുഃഖവെള്ളിയും ദുഃഖശനിയും ഒരു കുറച്ച് ദിനങ്ങൾ, കുറച്ച് വർഷങ്ങൾ ഒരുപക്ഷെ നീണ്ടുപോയേക്കാം. പക്ഷേ ഈസ്റ്റർ ഞായർ അത് വരിക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുക തന്നെ ചെയ്യും. ഉയർത്തെഴുന്നേറ്റ ഈശോ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ അനുഗ്രഹിക്കുവാൻ നമുക്കും പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം ബിന്ദുവിലൂടെ നമ്മോട് സംസാരിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ശാന്തമാക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന എല്ലാ വ്യാകുലങ്ങളും, ആധികളും, സങ്കടങ്ങളും, നിസ്സഹായാവസ്ഥകളും ആ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഒരു നിമിഷം ഈശോയെ കാണാം. ഈശോ നമ്മുടെ മുമ്പിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ തൊട്ട് മുന്നിലായിരിക്കുന്നു. ആ ഈശോയെ കണ്ടുകൊണ്ട് ഹൃദയം പൊട്ടി ഈശോയെ കണ്ടുകൊണ്ട്, ആ ഈശോയെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ശബ്ദം എത്രമാത്രം ഉയർത്താമോ, ആരെയും നോക്കാതെ, ആരെക്കുറിച്ച് ചിന്തിക്കാതെ ഈശോയെ മാത്രം ചിന്തിച്ചുകൊണ്ട്, ഈശോയെ മാത്രം കണ്ടുകൊണ്ട് അവിടുത്തെ ഒന്ന് സ്വതന്ത്രമായി സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവമേ, സർവശക്തനായ കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ കടന്നു വരണമേ, അങ്ങയുടെ മക്കളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. കർത്താവിന്റെ സ്വരം കേൾക്കാം. അരുൾ ചെയ്തവനൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. മകളെ നീ ഭയപ്പെടേണ്ട. ഇന്നരുൾ ചെയ്തവനിൻ കൂടെയുണ്ട്. പേടിക്കയില്ല, ഞാൻ മരണത്തെയും. ഉറപ്പായും പറയാം, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ട്. പേടിക്കയില്ല, ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ബിന്ദുവിൻ്റെ
സാക്ഷ്യത്തിലൂടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയഭിത്തിയിൽ കുത്തിവെക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവം സർവശക്തനാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾ എത്ര പരിമിതങ്ങളാണെങ്കിലും, ഒരു ചറ്റപ്പരയിലാണ് നിങ്ങൾ താമസിക്കുന്നത്, സ്വന്തമായൊരു ഭവനമില്ല, വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിലും നിങ്ങളുടെ കൂടെയുള്ള ദൈവം സർവശക്തനാണ്. അവിടുത്തേക്ക് നിങ്ങളുടെ ജീവിതത്തെ നിശ്ചയമായും രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും. ചില ദൈവവചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. ഇത് നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തിൻ്റെ ശക്തിയെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വചനം മാംസമാകുന്ന അനുഭവം നമുക്കുണ്ടാകും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം ഗബ്രിയേൽ ദൂതൻ്റെ വാക്കുകളാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി ഈ വാക്യം പറയണം, എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ ഈശോ തന്നെ പറഞ്ഞ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, ഒരു മനുഷ്യനും ഇത് പരിഹരിക്കാൻ പറ്റുകയില്ല, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. മത്തായി 19:26. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഒരു നാളും ദൈവം കൈവിടുകയില്ല. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം പ്രകാരമാണ് പറയുന്നത്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പു തരുന്നു, ആ കർത്താവ് ഒരു കാലത്തും നിങ്ങളെ കൈവിടുകയില്ല. നിശ്ചയമായും അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് പ്രതികൂലങ്ങളെ നോക്കി നിങ്ങൾ ഭയപ്പെടേണ്ട, ദുഃഖ വെള്ളിയാഴ്ചകളെ നോക്കി നിങ്ങൾ നിരാശപ്പെടേണ്ട. ഈ ദുഃഖ വെള്ളിയാഴ്ച തീർച്ചയായും കടന്നു വരും. നിങ്ങളെ അനുഗ്രഹിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുന്ന ഉയർപ്പ് ഞായർ, ഈസ്റ്റർ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഉയർച്ച തരുന്നത് ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, നിങ്ങളെ ഉയർത്തുവാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. ദൈവത്തിന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ സാധിക്കുകയുള്ളൂ. സങ്കീർത്തനം 75:6 വാക്യം ഇപ്രകാരം പറയുന്നു, കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത്. 7-ാം വാക്യപ്രകാരം പറയുകയാണ്, ഒരുവനെ താഴ്ത്തുകയും അവരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ്. ഉയർച്ച വരുന്നത് കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, മരുഭൂമിയിൽ നിന്നല്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു മനുഷ്യനിലേക്ക് നോക്കണ്ട, ഒരു ശക്തിയിലേക്ക് നോക്കണ്ട. ആ വ്യക്തി എന്നെ സഹായിക്കും, എൻ്റെ ബന്ധു എന്നെ സഹായിക്കുമെന്ന് ഒരു മനുഷ്യൻ്റെ നേരെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നോക്കിയാൽ നിങ്ങൾ നിരാശപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾ നോക്കേണ്ടത് ഉയർത്തെഴുന്നേറ്റ് നിങ്ങളുടെ കൂടെ വസിക്കുന്ന കർത്താവിൻ്റെ തിരുമുഖത്തേക്കാണ്. അവിടുത്തേക്ക് നിങ്ങളെ ഉയർത്തുവാനായിട്ട് സാധിക്കും. കാരണം നിങ്ങളെ ഉയർത്തുന്ന വിധി നടപ്പാക്കുവാൻ സാധിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സമയം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, അവിടുന്ന് തിരുമനസ്സായാൽ ഞാൻ സൗഖ്യപ്പെടും. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ആ വലിയ വിശ്വാസത്തോടെ, ഉത്തമമായ ബോധ്യത്തോടെ കർത്താവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. വിശ്വാസത്തിൽ ചേർന്ന് നിൽക്കണം, വിശുദ്ധിയിൽ ചേർന്ന് നിൽക്കണം. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയും ഒരു കാലത്തും
നിരാശപ്പെടുകയില്ല. കാരണം അവിടുന്ന് വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ്, അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വലിയ വിശ്വാസത്തോടെ നമുക്ക് തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്താം. അനേക ജീവിത ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം അറിയുന്നവനായ ദൈവത്തിൻ്റെ പക്കലേക്ക് ഹൃദയപൂർവ്വം വിശ്വാസത്തിൽ നമ്മളെ പ്രാർത്ഥനകൾ ഉയർത്തുന്ന നിമിഷമാണ് അടുത്ത ശുശ്രൂഷ. നമുക്കൊത്തിരി വിശ്വാസത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ സ്വന്തമാക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുമുൻപിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ചേർത്ത് വയ്ക്കാം. കഴിഞ്ഞ നിമിഷങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. ജീവിക്കുന്നവനായ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന, നമ്മോട് കൂടെ വസിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി 28:15 വചനം പറയുകയാണ്, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും. നമ്മുടെ കൂടെയുള്ള കർത്താവ്, നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഇടപെടുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ആ ഈശോയുടെ സാന്നിധ്യം ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. ഈ സമയങ്ങളിൽ ഈ പ്രാർത്ഥനയോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. ഏറ്റുചൊല്ലുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ രോഗം, നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ സാമ്പത്തിക മേഖല എല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ കൂടെ വസിക്കുന്ന, ഉയർത്തെഴുന്നേറ്റ് കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഈശോ ഇന്ന് നമ്മളെ അനുഗ്രഹിക്കും. ആ വിശ്വാസത്തോടെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. കർത്താവായ യേശുവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലേക്കും ആവശ്യങ്ങളിലേക്കും അവിടുന്ന് കടന്നു വരണമേ. വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയെ വിളിക്കുന്നു. അവിടുന്ന് ഇന്നും ജീവിക്കുന്നവനാണെന്ന്, ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും തിരുമുൻപിലേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. കർത്താവേ, ഈ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭയങ്ങളെ, ആകുലതകളെ, സാമ്പത്തിക ആവശ്യങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ വിശ്വാസത്തോടെ ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. കർത്താവേ, അവിടുന്ന് ഇന്നും ജീവിക്കുന്നവനാണെന്ന്, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്നവനാണെന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് അവിടുന്ന്. ഞങ്ങൾ ഏറ്റുപറഞ്ഞ് അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ വിശ്വാസത്തോടെ തിരുമുൻപിൽ ഞങ്ങൾ ഉയർത്തുന്നു. ദൈവത്തിന്റെ ശക്തമായ
ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം ദൈവത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കർത്താവേ, ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ തക്ക സമയത്ത് ഞങ്ങളെ ഉയർത്തുന്ന ദൈവമാണ് അവിടുന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെയും രോഗങ്ങളെയും അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെ കുറിച്ചുള്ള ഞങ്ങളുടെ ഉത്കണ്ഠകള്, ആകുലതകള്, ആധികള് എല്ലാം വിശ്വാസത്തോടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തിക മേഖലയിൽ പുതിയ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ. വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയെ വിളിക്കുന്നു. കടന്നു വരണമേ, അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. തള്ളിക്കളയരുതേ, തള്ളിക്കളയരുതേ. ഈശോയുടെ സന്നിധിയിലേക്ക് വലിയ വിശ്വാസത്തോടെ നമ്മുടെ കരങ്ങൾ ഒരു നിമിഷം ഉയർത്താം. എല്ലാ പ്രാർത്ഥനകളെയും വിശ്വാസത്തോടെ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ വിളിക്കുമ്പോൾ, അതെ, നമ്മൾ വിളിക്കും മുൻപേ ഉത്തരം അരുളുന്നവനാണ് കർത്താവ്. പ്രാർത്ഥിച്ച് തീരും മുൻപേ അത് കേൾക്കുന്നവനാണ് കർത്താവ്. ഈ രാത്രിയിൽ എന്താണോ നമ്മുടെ പ്രത്യേകമായ നിയോഗം, ആവശ്യം, ആ ആവശ്യത്തെ ഇപ്പോൾ ഇരുകരങ്ങളും ഉയർത്തി ജീവിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു നിമിഷം നമുക്ക് ഒരുമിച്ചൊന്ന് ഉയർത്താം. ഇപ്പോൾ നമ്മോട് ചേർന്ന് അനേകം മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ മക്കളോട് ചേർന്ന് ഈ കൂട്ടായ്മയിൽ നമുക്ക് ഉയർത്താം. കർത്താവ് നിശ്ചയമായും നമ്മളെ അനുഗ്രഹിക്കും. നിശ്ചയമായും നമ്മെ അനുഗ്രഹിക്കും. നിശ്ചയമായും ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരും. ഇന്ന് ജീവിതത്തിലേക്ക് കടന്നു വരും. നമുക്ക് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജീവിത സാഹചര്യങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് അന്തയാചകൻ വിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ യേശുവേ, ഇന്ന് എന്നിൽ കനിയണമേ. എന്റെ കുടുംബത്തിൽ കനിവ് കാട്ടണമേ. എന്റെ ജീവിതത്തോട് ഇന്ന് കനിവ് കാട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നമ്മളോട് കൂടെ വസിക്കുന്ന, നമ്മുടെ അരികിലുള്ള ഈശോയുടെ വലിയ സാന്നിധ്യം അനുഭവിച്ച്
ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും ദൈവത്തിന് മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ വഴി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കുടുംബം, ജീവിതത്തിൻ്റെ നിയോഗങ്ങളെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളിലേക്ക്, കഷ്ടപ്പാടുകളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈശോയ്ക്ക് നമുക്കൊത്തിരി നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രാർത്ഥനകളും ഓരോ യാചനകളും ഈശോ കേൾക്കുന്നുണ്ട്. നമ്മളെ അനുഗ്രഹിക്കുവാനായി ഈശോ ഒരുക്കിയ ഈ അനുഗ്രഹീത ശുശ്രൂഷയെ ഓർത്ത് ദൈവത്തിന് എല്ലാ മഹത്വവും നൽകി ഈശോയെ നമുക്ക് ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, ശാലോമിൻ്റെ ഈ ശുശ്രൂഷകളെല്ലാം നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് ഈശോ ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ വേദനകൾ ഒപ്പിയെടുക്കാനും നിങ്ങളുടെ പ്രതിസന്ധികളിൽ കൂടെ നിൽക്കാനുമാണ് ശാലോമിനെ ദൈവം സ്ഥാപിച്ചത്. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും നിങ്ങളുടെ വിഷമങ്ങളുമെല്ലാം ശാലോമിൻ്റെ പ്രെയർ മിനിസ്ട്രിയിലേക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ അയച്ചു തരിക. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനകൾ ശാലോമിൽ ഉയർത്തുന്നുണ്ട്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ശാലോമിൻ്റെ ഓരോ ശുശ്രൂഷകളും മുൻപോട്ട് പോകുന്നത് അനേക ദൈവമക്കളുടെ സ്നേഹത്തിൻ്റെ പിൻബലത്തിലാണ്. ദൈവം രൂപീകരിച്ച SPF എന്ന കൂട്ടായ്മയിലൂടെയാണ്. ശാലോമിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ശാലോമിനെ സാമ്പത്തികമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ് ശാലോം പീസ് ഫെലോഷിപ്പ്. ഈ പീസ് ഫെലോഷിപ്പിൽ അംഗത്വമെടുത്ത് അനേകർ പ്രാർത്ഥിക്കുകയും സാമ്പത്തികമായി പങ്കുവെക്കുകയും ചെയ്യുന്നതിലൂടെയാണ് അനേക ദൈവമക്കൾക്ക് അനുഗ്രഹമായ ഈ ശുശ്രൂഷ ഇന്നും മുൻപോട്ട് പോകുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും ഈ കൂട്ടായ്മയിലേക്ക് ഇപ്പോൾ വലിയ സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ദൈവം രൂപീകരിച്ച ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇത് നമുക്കും നമ്മുടെ അനേകം തലമുറകൾക്കും അനുഗ്രഹമാണ്. ശാലോമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സാമ്പത്തികമായി പങ്കുവെക്കുകയും ചെയ്യുന്ന SPFൽ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾക്കും ഈ വലിയ പ്രാർത്ഥനയുടെ, വലിയ അനുഗ്രഹത്തിൻ്റെ കൂട്ടായ്മയുടെ ഭാഗമാകാം. അതുവഴി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അത് വലിയൊരു ദൈവകൃപയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു കൂട്ടായ്മയായി മാറും. ശാലോം പീസ് ഫെലോഷിപ്പ് അംഗങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസങ്ങളിലും, പ്രത്യേകിച്ച് 3-ാം ബുധനാഴ്ചകളിൽ ശാലോമിൻ്റെ പ്രെയർ മിനിസ്ട്രിയിൽ ഈശോയെ എടുത്തുവെച്ച് ദിവ്യകാരുണ്യത്തിന് മുൻപിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇപ്പോൾ നമ്മൾ പങ്കെടുക്കുന്ന 3-ാം ബുധനാഴ്ച 7:30-ക്കുള്ള യൂട്യൂബിലൂടെയുള്ള ഈ ശുശ്രൂഷയും ശാലോം പീസ് ഫെലോഷിപ്പ് അംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. നിങ്ങളെയും ഈ ശുശ്രൂഷകളിലേക്കൊക്കെ ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾക്ക് അനേകരോട് പങ്കുവെക്കുകയും ചെയ്യാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളുമെല്ലാം പരിശുദ്ധ അമ്മ വഴി ദൈവപിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഈ ഹോളി വീക്കിൽ ഈസ്റ്ററിനു വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ ദിനങ്ങളിൽ ദൈവം നമ്മളെ ഉയർത്തുകയും പുതിയ അനുഗ്രഹങ്ങളിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യട്ടെ എന്ന് പരിശുദ്ധ അമ്മ വഴി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. 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 യേശുനാഥാ. ആമേൻ. ആമേൻ. ദൈവപുത്രാ. ആമേൻ. ആമേൻ. സർവശക്താ നിത്യപിതാവേ. ആമേൻ. ആമേൻ. യേശുനാഥാ. ആമേൻ. ആമേൻ. ദൈവപുത്രാ. ആമേൻ. ആമേൻ. സർവശക്താ
യേശുവേ